പാലായിൽ തുടർച്ചയായ മൂന്നാം ദിനവും വെള്ളപ്പൊക്കം തുടരുന്നു. പെട്ടെന്ന് എത്തിച്ചേർന്ന വെള്ളം നിലവിൽ നീണ്ടുനിൽക്കുന്ന പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും ഇന്നലെ പുലർച്ചെയോടെ വീണ്ടും പ്രദേശങ്ങളിൽ വെള്ളം കയറുകയായിരുന്നു. നിലവിൽ സാവധാനത്തിൽ വെള്ളമിറങ്ങിത്തുടങ്ങിയിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ കിഴക്കൻ വെള്ളമെത്തി 4 മുതൽ 5 മണിക്കൂറിനുള്ളിൽ പാലായിൽ നിന്ന് ഒഴുകിപ്പോകുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ ഈ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. പാലായിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ് കോട്ടയം അടക്കമുള്ള പടിഞ്ഞാറൻ മേഖലകളിൽ ജലനിരപ്പ് ഉയരാൻ കാരണം. ഇതിനോടകം തന്നെ വെള്ളം ഉയർന്നു നിൽക്കുന്ന പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് പാലായിലെ വെള്ളം പൂർണ്ണമായി എത്തുമ്പോൾ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പാലാ നഗരത്തിൽ വെള്ളപ്പൊക്കം ഇത്രയും ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണെന്നാണ് പ്രദേശത്തെ മുതിർന്ന വ്യക്തികൾ വ്യക്തമാക്കുന്നത്. 3 ദിവസമായി തുടരുന്ന ജലനിരപ്പ് ഉയർച്ച വ്യാപാരികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളെ കനത്ത ദുരിതത്തിലാഴ്ത്തിയിട്ടുണ്ട്. 70 വർഷം മുൻപ് 1956ലാണ് ഇതിന് സമാനമായ രീതിയിൽ വെള്ളപ്പൊക്കമുണ്ടായതെന്ന് മുൻ മുനിസിപ്പൽ കമ്മീഷണർ രവി പാല ഓർത്തെടുക്കുന്നു. അന്ന് 3 ദിവസത്തോളമാണ് വെള്ളപ്പൊക്കം നീണ്ടുനിന്നത്. അന്നത്തെക്കാലത്ത് ഓരോ വീട്ടിലും വള്ളങ്ങളുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം വാർത്തകൾ ഉടൻ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.